എന്ന വാക്കിന് ഇൻഡയറക്ട്ലി ദൈവം എന്നാണ് അർത്ഥം. അതിനടുത്തായി തന്നെയാണ് MJ ആന്റി ക്രൈസ്റ്റ് സിംബൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒളൂടം എന്ന വാക്കിനെ നിലനിർത്തിക്കൊണ്ട് ആന്റി ക്രൈസ്റ്റ് സിംബൽ വലിച്ചു കീറിയതും സൂചിപ്പിക്കുന്നത് പിശാചിന് മുകളിൽ ദൈവം അല്ലെങ്കിൽ തിന്മയ്ക്ക് മുകളിൽ നന്മ ഉണ്ടാകുമെന്നും സത്യം എന്നായിരുന്നാലും മറ നീക്കി പുറത്തു വരും എന്നുള്ളത് തന്നെയാണ്. MJ വളരെ വ്യക്തമായി തന്നെ ഇലുമിനാറ്റികളെ ദേ ഡോണ്ട് കെയർ അബൌട്ട് us എന്ന ഗാനത്തിലൂടെ പുറത്തു കാണിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ഇലുമിനാറ്റി റിസർച്ചേഴ്സ് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഇലുമിനാറ്റികളുടെ താളത്തിനൊത്തു തുള്ളിയിരുന്ന മൈക്കിൾ ജാക്സൺ ഇലുമിനാറ്റികളിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും സീക്രട്ട് സൊസൈറ്റിയെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചു എന്നും ഇത് കാരണം മൈക്കിളിനെ ഇലുമിനാറ്റികൾ കൊന്നു എന്നുമാണ് ഇലുമിനാറ്റി റിസർച്ചേഴ്സ് പറയുന്നത്. സംഗീത ലോകം മുഴുവൻ അജ്ഞാത ദുഷ്ടശക്തികളാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പലപ്പോഴും MJ പറഞ്ഞു വെച്ചു. ചില പ്രസ് കോൺഫറൻസുകളിൽ എന്നെ അവർ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് MJ പറയുകയുണ്ടായി. മറ്റൊരിക്കൽ ഒരു വിവാദ പ്രസംഗം MJ നടത്തുകയുണ്ടായി. ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ ഏകദേശം ഇലുമിനാറ്റികളെ പൂർണ്ണമായും എക്സ്പോസ് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ പ്രസംഗം എന്നുള്ളത്. I need you to know that this is very important what we are fighting for because I'm tired. I'm really tired of manipulations. I'm really tired on how the press is manipulating everything that has been happening to the situation. They do not tell the truth. They are lying. They manipulated our history books. The history books are not true. It's a lie. The history books are lying. You need to know that. You must know that. MJ പറഞ്ഞു വെച്ച ഈ വാക്കുകൾ ചില ശക്തികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. MJ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. കൃത്രിമങ്ങൾ എനിക്ക് മതിയായിരിക്കുന്നു. മീഡിയ വ്യാജമാണ്, ചരിത്രം കളവാണ്. നിങ്ങളത് അറിയണം, അയാൾ പറഞ്ഞു വെച്ചു. ആരും അത് ചെവി കൊണ്ടില്ല. സത്യത്തിൽ നമ്മൾ കണ്ടതാണോ ശരിയെന്നുള്ളത്? നമ്മുടെ ചരിത്രം കളവല്ലേ? മീഡിയ വ്യാജം തന്നെയല്ലേ? 1990 മുതൽ 2000 ആദ്യ കാലഘട്ടങ്ങൾ വരെ സോണി മ്യൂസിക്കിന്റെ CEO ആയിരുന്നു ടോമി മോട്ടല്ല എന്നുള്ളത്. ജെനിഫർ ലോപ്പസ്, സെലിൻ ഡിയോൺ, MJ തുടങ്ങിയ വൻ താരങ്ങളെ കൺട്രോൾ ചെയ്തിരുന്ന സംഗീത ലോകത്തിന്റെ വൻ ശക്തിയായിരുന്നു ടോമി മോട്ടല്ല എന്നുള്ളത്. താരങ്ങളുടെ കോൺട്രാക്ട് മുതൽ അവരുടെ പാട്ടിന്റെ അവകാശം വരെ ടോമി മോട്ടല്ലയുടെ കൈകളിലായിരുന്നു. 1985 MJ ATV എന്നൊരു കമ്പനി വാങ്ങി. ബ്രിട്ടീഷ് മ്യൂസിക് ബാൻഡായ ബീറ്റിൽസിന്റെ ഗാനങ്ങൾ വരെ അടങ്ങുന്ന ATV മ്യൂസിക്കിന്റെ അവകാശം MJയുടെ കൈകളിലായിരുന്നു. ഇതൊരു മ്യൂസിക് കാറ്റലോഗ് സംരംഭമായിരുന്നു. അതായത് ATV മ്യൂസിക് എന്ന കമ്പനിയുടെ അവകാശ പരിധിയിൽ വരുന്ന ഗാനങ്ങളെല്ലാം ലോകത്ത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു അവിടെ നിന്ന് കിട്ടുന്ന റവന്യൂ എല്ലാം ATV മ്യൂസിക്കിന്റെ കൈകളിലേക്കാകും എത്തുക. അങ്ങനെയിരിക്കെയാണ് സോണി ATVയിലേക്ക് മെർജ് ചെയ്യുന്നത്. സോണിയുടെ അവകാശമുള്ള ഗാനങ്ങളും MJയ്ക്ക് അവകാശമുള്ള ഗാനങ്ങളും അങ്ങനെ മെർജ് ചെയ്ത് സോണി ATV എന്ന കമ്പനിയായി മാറി. അങ്ങനെ മാറിയെങ്കിലും MJയ്ക്ക് 50% അവകാശം നിലനിന്നിരുന്നു. പിന്നീട് സോണി ഈ 50% അവകാശം കൂടി അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ MJ അതിന് തയ്യാറായില്ല. ഇതിനുശേഷം MJയുടെ കരിയർ നശിപ്പിക്കാൻ ടോമി മോട്ടല്ല ശ്രമങ്ങൾ നടത്തിയെന്നും പറയപ്പെടുന്നു. 2002 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് MJ വീണ്ടും ഒരു വിവാദ പ്രസംഗം നടത്തി. ടോമി മോട്ടല്ല ഈസ് എ മീൻ, റേസിസ്റ്റ് ആൻഡ് വെരി വെരി ഡെവിലിഷ് മാൻ. ഹീസ് ദ ഡെവിൾ. വീണ്ടും MJ ലോകത്തെ ഞെട്ടിച്ചു. ടോമി മോട്ടല്ലയെ പോലെ ഇത്രയേറെ ശക്തനായ സംഗീത ലോകത്തെ നിയന്ത്രിക്കുന്ന ഇലുമിനാറ്റികളുടെ ഒരു ഏജന്റ് എന്ന് ഇലുമിനാറ്റി റിസർച്ചേഴ്സ് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ തുറന്നടിക്കുകയാണ് MJ അവിടെ ചെയ്തത്. മറ്റൊരു ആർട്ടിസ്റ്റിനും കഴിയാത്തത് MJയ്ക്ക് അന്ന് കഴിഞ്ഞു എന്നുള്ളതാണ്. മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ദേ ഡോണ്ട് കെയർ അബൌട്ട് us എന്ന ഗാനത്തിലൂടെ സത്യത്തിനെയും മനുഷ്യത്വത്തെയും അവർ കെയർ ചെയ്യുന്നില്ല എന്നും പകരം കൺട്രോളും പണവും മാത്രമാണ് അവർക്ക് വേണ്ടതെന്നും MJ പറഞ്ഞു വെച്ചു. MJയുടെ ഒറ്റയാൾ സമരത്തിന് വില കൊടുക്കേണ്ടി വന്നത് MJയുടെ ജീവൻ തന്നെയായിരുന്നു. മരിക്കുന്നതിന് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തൊട്ട് MJ പറഞ്ഞുകൊണ്ടിരുന്നു, എന്നെ അവർ കൊല്ലും, എന്നെ അവർ കൊല്ലുമെന്ന്. അവസാനം അയാൾ കൊല്ലപ്പെട്ടു. എന്നെങ്കിലും ഒരിക്കൽ ഇലുമിനാറ്റികളുടെ കൈകൊണ്ട് അയാൾ കൊല്ലപ്പെടുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒറ്റക്കണ്ണിന്റെ മുന്നിൽ നിന്ന് വിൽ മീ ത്രിൽ മീ യു കൻ നെവർ കിൽ മീ എന്ന് അയാൾ പാടില്ലായിരുന്നല്ലോ.